സെങ്കേനിയുടെ ക്യാരക്ടർ കുറച്ചൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള, പക്ഷെ ഇത് വളരെ ഞാൻ റിലാക്സ്ഡ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു. വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു കൊച്ചിക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി. അപ്പോൾ ഇതുവരെ ചെയ്തു വന്ന ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിക്കിക്കാരി കുട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു റോളിൽ നിന്ന് എന്തുകൊണ്ടും തീർച്ചയായിട്ടും ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒരു ഗ്യാപ്പ് വന്നതെന്ന് തോന്നുന്നു. എനിക്ക് കൂടുതലും ആ സമയത്ത് വന്നത് ഇടുക്കി ബേസ്ഡ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണോ ഒരു പക്ഷേ ജീനയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനും സെലക്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം? അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു, ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടു. ഇത് പിന്നെ എനിക്ക് ജയ്ബീം അല്ലെങ്കിൽ സെങ്കേനി എന്ന് പറയുന്നൊരു ക്യാരക്ടറിൽ പെട്ടെന്നൊന്ന് പുറത്തേക്ക് വരാനായിട്ട് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തൊരു ക്യാരക്ടർ. കാരണം ഇതാകുമ്പോൾ എനിക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് തന്നെ പോവാം. വളരെ ഞാൻ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു ക്യാരക്ടറായിരുന്നു, അല്ലെങ്കിൽ അത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല അതെ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ജീന. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ സെങ്കേനിയുടെ ഹാങ് ഓവറിന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് പുറത്തേക്ക് വരാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തൊരു സിനിമയും ക്യാരക്ടറും കൂടിയാണ്. ഓക്കെ, ഈ അഭിനയിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ജീനയെ, അതായത് ലിജോമോളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ, റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ക്യാരക്ടേഴ്സ്? പല സിറ്റുവേഷൻസും റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ക്യാരക്ടർ ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കാളും ഞാൻ അത്ര സ്മാർട്ട് അല്ലെങ്കിൽ ഞാൻ എക്സ്ട്രോവേർട്ട് അല്ല. അപ്പോൾ ജീനയുടെ ക്യാരക്ടർ നോക്കുമ്പോൾ അവൾ വളരെ സ്മാർട്ടാണ്, വളരെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള പെൺകുട്ടിയാണ്, പെട്ടെന്ന് ആളുകളോട് കമ്പനിയാവും, സംസാരിക്കും, അങ്ങനെയുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പം പക്ഷെ സിറ്റുവേഷൻസ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ സിനിമയിലാണെങ്കിൽ പോലും ഇപ്പോൾ പുറത്ത് പോയി പഠിച്ചിട്ടൊക്കെ വന്ന അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന ഒരു ആളാണ്. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടായിരുന്നു ആ ഒരു സ്ക്രീൻ പ്രസൻസിൽ നമുക്ക് കാണുമ്പോഴാണെങ്കിലും? എനിക്ക് തോന്നുന്നു ഇപ്പോൾ മെജോയുടെ ക്യാരക്ടറും അല്ലെങ്കിൽ ജീനയുടെ ക്യാരക്ടറും വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ജീനയുടെ ക്യാരക്ടറാണ്. അപ്പോൾ ഈവൻ ഇപ്പം ഈ ക്യാരക്ടർ, ഇപ്പം മെജോയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളോട് അങ്ങനെ സംസാരിക്കുകയില്ല. ഫ്രണ്ട്ഷിപ്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് തന്നെ വളരെ കുറവാണ്. അപ്പോൾ കൊച്ചിക്കാരനായിട്ടും അല്ലെങ്കിൽ വൈപ്പിൻകാരനായിട്ട് പോലും അവിടുത്തെ ഒരു ലൈറ്റ് ഹൗസ് പോലും ജീനയാണ് കൊണ്ടുപോയി കാണിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ക്യാരക്ടറായിരുന്നു ജീനയുടേത്. അപ്പം എനിക്ക് തോന്നുന്നു എത്രയായാലും മെജോയെ ഡോമിനേറ്റ് നിൽക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ് ജീന. ഓക്കെ, സെങ്കേനിയുടെ ക്യാരക്ടർ കഴിഞ്ഞപ്പോഴത്തേക്ക് തമിഴിൽ നിന്ന് കൂടുതൽ ഓഫറുകൾ വന്നിരുന്നു, അല്ലെങ്കിൽ തമിഴിൽ നിന്ന് കൂടുതൽ എങ്ങനെയായിരുന്നു അപ്ലോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്? തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നും എനിക്ക് കൂടുതലും കോളുകൾ ജയ്ബീമിന് ശേഷമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷെ അവിടെയും ഇനിയിപ്പോൾ ജയ്ബീം പോലത്തെ തന്നെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സെങ്കേനി പോലത്തെ ക്യാരക്ടേഴ്സാണ് കുറച്ചൊക്കെ ആ സമയത്ത് വന്നിരുന്നത്. ഇപ്പം അതിലും മാറ്റങ്ങൾ ഡിഫറെന്റ് ഡയമെൻഷനിലുള്ള കഥകൾ വരുന്നുണ്ട്. സൂര്യ സാറായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, ഞാനത് ചോദിച്ചെങ്കിൽ പറഞ്ഞു മടുത്ത്. അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു. ഓക്കെ, സൂര്യ സാറിന് കൂടെ അഭിനയിക്കുന്നു എന്ന് കേട്ടപ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും പേടിയുണ്ടായിരുന്നു. കാരണം അത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അപ്പം നമ്മൾ കാരണം എന്തെങ്കിലും ഷൂട്ടിൽ ഡിലേ വരുമോ, അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു 2-3 ടേക്സ് എക്സ്ട്രാ പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ നിന്നുള്ള റെസ്പോൺസ്, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാമെന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷേ സാർ നമ്മളെല്ലാവരെയും, ഇപ്പം എന്നെ നല്ല, അല്ലെങ്കിൽ ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞ പോലെ തന്നെ ഇരുള്ള കമ്മ്യൂണിറ്റി എന്നുള്ള അവർക്ക് സിനിമ എന്ന് പറയുന്നത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അവരാരും ക്യാമറ ഇതിന് മുന്നേ കണ്ടിട്ടില്ല. അപ്പം അവരെയും കൂടി സിനിമയിൽ നമ്മൾ അഭിനയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ പേര്, ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ പുറത്തുനിന്നുള്ളവർ, ബാക്കി അതേ കമ്മ്യൂണിറ്റി എന്നുള്ളവർ. അപ്പം അവരാരും ക്യാമറയെ പേടിക്കാതെ അഭിനയിക്കാനായിട്ട് സൂര്യ സാർ അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ക്യാമറ ഉണ്ടെന്ന് വിചാരിക്കുകയേ വേണ്ട, നിങ്ങൾ റിയൽ ലൈഫിൽ തന്നെ ചെയ്യുകയാണെന്ന് കരുതിയാൽ മതി. അങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് അവരെ കംഫർട്ടബിൾ